മുഖം ഉയർത്തി പയ്യനെ ഒന്ന് നോക്ക് കാവ്യ. ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുക. ഏപ്രിൽ എക്സാംസും തീരും. വിവാഹ മുഹൂർത്തവും ഏപ്രിൽ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. എത്രയോ കല്യാണങ്ങൾ നടത്തിയിട്ടുള്ളത് അവർക്കറിയില്ലേ? ആ പറഞ്ഞത് ശരിയാ. അറിഞ്ഞാലും അറിയില്ലെങ്കിലും കാര്യം പറയുന്നതിൽ തെറ്റില്ലല്ലോ. നിങ്ങളെപ്പോലെ നല്ലൊരു കുടുംബത്തിൽ ബന്ധം ലഭിക്കാൻ ഞങ്ങളാ ഭാഗ്യം ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ മകളെ ഇഷ്ടായി. എന്റെ ചേച്ചിക്കും ഈ ചേട്ടനെ ഇഷ്ടപ്പെടണമല്ലോ. അതെ, ഞങ്ങളുടെ ചേച്ചിക്കും ഇഷ്ടപ്പെടണം. അങ്ങനെയൊന്നും പറയരുത്. വേണമെങ്കിൽ പെണ്ണും ചെറുക്കനും കൂടി കുറച്ച് സമയം തനിയെ സംസാരിക്കട്ടെ. അതിന്റെ ആവശ്യമില്ല മുത്തശ്ശ. അത് മുതിർന്നവരായ നമ്മളുള്ളപ്പോ ഇവര് തനിച്ചു പോയി സംസാരിക്കേണ്ട ആവശ്യമില്ലെന്നാ അവളെ ഉദ്ദേശിച്ചത്. അത്രേ ഉള്ളൂ. ചിലപ്പോ പയ്യന് സംസാരിക്കണമെന്നുണ്ടെങ്കിലോ? ഞങ്ങളുടെ മകനും നിങ്ങളുടെ മകളെ പോലെ തന്നെ ഞങ്ങൾ പറയുന്നതേ കേൾക്കൂ. അതെ അതെ, എന്റെ മകന് ഞങ്ങൾ പറയുന്നതേ അനുസരിക്കൂ. കല്യാണം കഴിയുന്നതുവരെ നിങ്ങളുടെ വാക്ക് അവൻ കേൾക്കൂ. കല്യാണത്തിന് ശേഷം ഭാര്യയുടെ വാക്കേ കേൾക്കൂ. എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ. അകത്ത് പോ മോളെ. വീട്ടിലെത്തിയിട്ട് നല്ലൊരു ദിവസം നോക്കി മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാൻ ബന്ധുക്കളോടൊപ്പം വരാം. ശരി, ആയിക്കോട്ടെ. ആ പിന്നെ നിങ്ങള് ഞങ്ങളുടെ വസുവിന് എവിടെയോ കണ്ടിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? എവിടെ വെച്ചാ കണ്ടേന്ന് പറഞ്ഞില്ല. വന്നപ്പോ മുതൽ ഞാനും അത് ആലോചിച്ചോണ്ടിരിക്കുന്നെ. ഓർമ്മ വന്നു. പറഞ്ഞോളൂ, വേഗം പറഞ്ഞോളൂ, അല്ലെങ്കിൽ മറന്നുപോ. ഇവരെ ഞാൻ കല്യാണത്തിന് കണ്ടതാ. ഇവരുടെ പേര് വസുന്ധര എന്നല്ലേ? ഇതിനാണോ ഇത്രയും വലിയ ബിൽഡപ്പ് കൊടുത്തത്? ഞാൻ വേറെന്തോ കാര്യമാണെന്ന് വിചാരിച്ച് സ്വപ്നം കണ്ടുപോയി. അല്ല, അപ്പൊ പിന്നെ നിങ്ങളുടെ ഭർത്താവോ? അക്കാര്യമൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പൊ ശരി വസുന്ധരെ, അടുത്ത തവണ കാണുമ്പോൾ നമുക്ക് വിശദമായി സംസാരിക്കാം. അപ്പോ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ.
ഒരുപാട് നന്ദി ചേച്ചി, എന്നെ സേവ് ചെയ്തതിന്. തൽക്കാലത്തേക്ക് ഓക്കെയാണ്, പക്ഷെ ഇനി അങ്ങോട്ട് പോകും തോറും നീ അവരൊന്ന് ശ്രദ്ധിക്കണം വസു. അതെ ചേച്ചി, ആപത്ത് ഏത് വഴിക്കാ വരുന്നെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാ സത്യം എത്രയും വേഗം എല്ലാരോടും പറയണമെന്ന് പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് അമ്മയോടെങ്കിലും നിനക്ക് സത്യം പറയാം. ഹലോ കാവ്യ. ഹലോ രാഹുൽ. എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചു, എത്ര മെസ്സേജ് അയച്ചു, ഒരു റിപ്ലൈയും തന്നില്ല നീ. എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത്? സോറി രാഹുൽ, നമ്മുടെ കാര്യമൊക്കെ ചെറിയമ്മയ്ക്ക് മനസ്സിലായി. എന്നെ പെണ്ണ് കാണാൻ ഒരു കൂട്ടര് വന്നിട്ടുണ്ട്. വാട്ട്? പെണ്ണ് കാണലോ? അപ്പൊ എന്നെ മറന്നിട്ട് വേറെ ആളെ കല്യാണം കഴിക്കാൻ പോകണോ? അത് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല രാഹുൽ. നിന്നെ ഞാൻ സ്നേഹിച്ചു പോയി. ഞാൻ കല്യാണം കഴിക്കുന്നെങ്കിൽ അത് നിന്നെ മാത്രമായിരിക്കും. ഐ ലവ് യു കാവ്യ. നീ എനിക്ക് റിപ്ലൈ തരാതിരുന്നപ്പോ നിനക്ക് എന്ത് പറ്റിയെന്നോർത്ത് ഞാൻ വല്ലാണ്ട് ടെൻഷൻ അടിച്ചു, അറിയോ? എന്റെ ജീവൻ പോകുന്നത് പോലെ എനിക്ക് തോന്നി. ഐ നോ രാഹുൽ, നിനക്ക് എന്നെ ജീവന തുല്യ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഇനി എന്ത് ചെയ്യും കാവ്യ? അത് തന്നെയാ എനിക്കും അറിയാത്തത് രാഹുൽ. എന്റെ കല്യാണം നടത്തിയേ തീരുമെന്നാ ഇപ്പൊ വീട്ടുകാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാ ഒരു കാര്യം ചെയ്യാം കാവ്യ, നീ വീട് വിട്ട് എന്റെ കൂടെ ഇറങ്ങി വാ. ആ, നമുക്ക് രജിസ്റ്റർ മാരേജ് അങ്ങ് ചെയ്യാം. അയ്യോ, ഒളിച്ചോടി പോയി കല്യാണം കഴിക്കാനോ? അത് വേണ്ട രാഹുൽ. നമുക്ക് ഇതല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല കാവ്യ. നീ അവിടെ നിന്ന് കഴിഞ്ഞാൽ നിന്നെ വേറെ കല്യാണം കഴിപ്പിക്കും. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല കാവ്യ. നിന്റെ കഴുത്തിൽ മറ്റൊരാൾ താലി കെട്ടിക്കഴിഞ്ഞ അടുത്ത നിമിഷം ഞാൻ ഉറപ്പായിട്ട് സൂയിസൈഡ് ചെയ്യും കാവ്യ. നീ ഇല്ലാതെ എനിക്കും ജീവിക്കാനാകില്ല എന്റെ രാഹുൽ. പക്ഷെ നിനക്കൊരു ജോലിയില്ലല്ലോ, അപ്പൊ നമ്മൾ എങ്ങനെ ജീവിക്കും? നമ്മുടെ സ്നേഹം നമുക്ക് വഴി കാട്ടും കാവ്യ. നീ എന്റെ കൂടെ ഉണ്ടായിരുന്നാ മതി, ഞാൻ ഈ ലോകം തന്നെ ജയിക്കും. നീയാണ് എന്റെ ബലം, നീയാണ് എന്റെ ധൈര്യം കാവ്യ. ഞാൻ ഇന്നു തന്നെ നിന്റെ അടുത്തേക്ക് വരികയാണ് രാഹുൽ. ലവ് യു കാവ്യ. സൂക്ഷിക്കണേ, ആരുടെയും കണ്ണിപ്പെടാതെ വീട്ടിൽ നിന്ന് ഇറങ്ങണേ. അങ്ങനെ ചെയ്യാം രാഹുൽ, ഞാൻ വെച്ചോട്ടെ. കാവ്യ കാവ്യ കാവ്യ, 1 മിനിറ്റ്. എന്താ രാഹുൽ? നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് ജോലി കിട്ടുന്നവരെ നമുക്ക് ചെലവിന് കാശ് വേണം. അതുകൊണ്ട് നീ വരുമ്പോ നിന്റെ ആഭരണങ്ങളും നിന്റെ വീട്ടിലുള്ള കാശും കൂടെ കൊണ്ടുവരുമോ? ജസ്റ്റ് നമ്മുടെ അത്യാവശ്യത്തിന് വേണ്ടി മാത്രം കാവ്യ. പെട്ടെന്ന് തന്നെ എനിക്ക് ജോലി കിട്ടും. ഓക്കെ രാഹുൽ, അമ്മയുടെ എന്റെ ആഭരണങ്ങളല്ല എന്റെ ബ്യൂറോയില്ല. ഞാൻ അതും കൂടി എടുത്തിട്ട് വരാം. ക്യാഷ് ഉണ്ടോന്ന് നോക്കിയിട്ട് അതും കൂടി കൊണ്ടുവരാം. താങ്ക് യു കാവ്യ. കാവ്യ, നമ്മുടെ സ്നേഹം അനശ്വരമാണ്. നമ്മുടെ പ്രണയത്തിന് മരണമില്ല. നമ്മൾ അനശ്വര പ്രണയിതാക്കളാണ്. നിനക്ക് വേണ്ടി 1000 സ്വപ്നങ്ങളോടെ ഞാനിവിടെ കാത്തിരിക്കുക. ഓക്കെ രാഹുൽ, സീ യു സൂൺ. ലവ് യു. ലവ് യു ബേബി. കോടീശ്വരന്റെ വീട്ടിലെ മരുമകനാകാന്ന് വിചാരിച്ചതാ. പക്ഷെ എന്നെ കളഞ്ഞിട്ട് അവളെ വേറൊരുത്തനെ കൊണ്ട് കെട്ടിക്കാൻ നോക്കുക. അവള് കൊണ്ടുവരുന്ന ആഭരണങ്ങളും പണവും എടുത്തോണ്ട് പിന്നെ അവളെയും കളഞ്ഞിട്ട് വേറൊരുത്തിയെ നോക്കണം. അച്ഛൻ എന്തെടുക്കുവാ? ഒരു ഇമ്പോർട്ടന്റ് വർക്ക് ചെയ്തോണ്ടിരിക്കുക. ഞാൻ തുണി മടക്കി വെച്ചോണ്ടിരിക്കുകയായിരുന്നു. എപ്പോഴും നിങ്ങളുടെ കാര്യം മാത്രമേ നോക്കോളോ? ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. ഞങ്ങളെ അങ്ങ് മറന്നുപോയോ? ഓ സോറി. വസുന്ധര, ഇവർക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കാം. ചോദിക്കേണ്ടത് അമ്മയല്ല, അച്ഛനാ. അല്ല, ഞാൻ എന്ത് ചെയ്യണം? ഞങ്ങളോടൊപ്പം കളിക്കണം. നിങ്ങൾ അമ്മയുടെ കൂടെ കളിച്ചോളൂ.
ഇല്ല, ഞങ്ങൾക്ക് അച്ഛന്റെ കൂടെ കളിക്കണം. ഓക്കെ, എന്ത് കളിയാ കളിക്കണ്ടേ? കാരംസ്. ഓക്കെ, ഡൺ. ക്യാരം ബോർഡ് എടുത്തോളൂ. നിങ്ങളുടെ അമ്മയും കൂടെ വിളിച്ചോളൂ. എനിക്ക് കുറെ ജോലികളുണ്ട്, നിങ്ങൾ തന്നെ കളിച്ചോ. അച്ഛനാണ് ഒരു ടീം, ഞാനും കീർത്തി ഒരു ടീം. ഓക്കെ, പെർഫെക്റ്റ്. ഉണ്ണി, യുവർ ടേൺ. ഓ, ബാഡ് ലക്ക്. നെക്സ്റ്റ് വൈറ്റ് വേണോ ബ്ലാക്ക് വേണോ? ഉണ്ണി, എല്ലാ കോയിൻസും അവര് തന്നെയാ എടുക്കുന്നത്. നമ്മൾ തോറ്റോണ്ടിരിക്കുവാ. അനു എന്നെ കളിയാക്കുന്നത് കണ്ടോ? അവളുടെ സൈഡിൽ അച്ഛനുണ്ട്, അതുകൊണ്ട് അവര് ജയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടീമിലേക്ക് അമ്മയെ വിളിക്കാം. അമ്മേ, ഞങ്ങളുടെ ടീമിൽ വന്ന് കളിക്കേ. ഞാൻ കളിക്കുന്നില്ല. പ്ലീസ് അമ്മേ. എനിക്ക് ജോലിയുണ്ട് മോളെ, ഞാൻ ബിസിയാ. നിങ്ങളുടെ അമ്മയെന്നല്ല, ആര് വന്നാലും നിങ്ങൾ തോക്കും. വന്നു കഴിഞ്ഞാൽ തോറ്റുപോന്നുള്ള പേടിയാണ്, അതുകൊണ്ടാ നിങ്ങളുടെ അമ്മ വരാത്ത. എന്തായാലും എന്നെ തോൽപ്പിക്കുന്ന വെച്ചാൽ അത്ര ഈസിയുള്ള കാര്യമല്ല. അതിനാദ്യം വേണ്ട നല്ല ധൈര്യവും അതിനു പുറമെ തലയ്ക്കകത്ത് ആള് താമസവും വേണം. അതൊക്കെ നിങ്ങളുടെ അമ്മയ്ക്ക് ഉണ്ടാവുക എന്തോ. ഏട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്താ, കളിക്കാൻ വരുന്നോ? കളിക്കാൻ തന്നെയാ വന്നിരിക്കുന്നേ. വല്ലോ നടക്കുവോ? എന്താ നടക്കാൻ പോണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇരുന്നോളാം.
കൊള്ളാലോ. താൻ എനിക്ക് ചാൻസ് ഒന്നും തരുമോ? ഞാൻ പറഞ്ഞില്ലേ ഏട്ടാ, ഈ സ്ട്രൈക്കർ ഇനി ഏട്ടന്റെ കയ്യിൽ കിട്ടാൻ പോകുന്നില്ലെന്ന്. വെരി ഗുഡ്. അച്ഛാ, നമ്മൾ തോറ്റുപോയി. ഇപ്പൊ എന്താ പറയാനുള്ളത്? ഗുഡ് ജോബ് വസുന്ധര. കുട്ടികളെ വേഗം വന്നേ, ഒരുപാട് നേരമായി. പോയി കിടന്നുറങ്ങ്. ചെല്ല്. ഗുഡ് നൈറ്റ് അച്ഛാ. ഗുഡ് നൈറ്റ് ഉണ്ണി. അനു, കീർത്തി, ഗുഡ് നൈറ്റ്. എനിക്കെന്താ കളിക്കാൻ അറിയില്ലെന്നാണോ പറഞ്ഞു വരുന്നേ? ഞാൻ ധൈര്യമില്ലാത്തവളാണെന്ന് പറഞ്ഞല്ലേ? ഉണ്ടോ ഇല്ലയോ എന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തതാ. താൻ തെളിയിക്കുകയും ചെയ്തു. ഇനി ഇങ്ങനത്തെ വേലത്തരൊന്നും എന്നോട് കാണിക്കണ്ട. ഈ വസു മൾട്ടി ടാലന്റഡാ. അതെ അതെ, താനൊരു സകലകലാ വല്ലഭയാ. എന്നെ മനഃപൂർവ്വം കളിപ്പിക്കാൻ നോക്കിയതാണല്ലേ? ഞങ്ങളെല്ലാം കളിക്കുന്ന സമയത്ത് താൻ ജോലി ചെയ്തോണ്ടിരിക്കുകയായിരുന്നില്ലേ? അതുകൊണ്ടാ അങ്ങനെയൊക്കെ പറഞ്ഞ് തന്നെ ഇവിടെ കളിക്കാൻ എത്തിച്ചത്. ഇടയ്ക്കിടയ്ക്ക് കുട്ടികളോടൊപ്പം ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യണം. ഏട്ടന് സമയം കിട്ടുമ്പോഴൊക്കെ കുട്ടികളോടൊപ്പം നിൽക്കണം. ഷുവറായിട്ട്. ഗുഡ് നൈറ്റ് വസുന്ധര. ഞാനെന്നാ കിടക്കട്ടെ. ഗുഡ് നൈറ്റ്. വസുന്ധര, രാവിലെ വന്നവന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ലേഡി തന്നോടെന്തോ ചോദിക്കണമെന്ന് പറഞ്ഞല്ലോ. തന്റെ ആദ്യത്തെ വിവാഹത്തെ പറ്റിയാണോ അതോ നമ്മുടെ വിവാഹത്തെ പറ്റിയോ? അത് അവര് ആ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടേത് രണ്ടാം കല്യാണമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാ കാവ്യയെ കാണാൻ വന്നിട്ടുള്ളവര് ചിലപ്പോ മറ്റെന്തെങ്കിലും വിചാരിച്ചാലോന്ന് കരുതിയിട്ടാ ഞാൻ അധികം സംസാരിക്കാത്തത്. അതേതായാലും നന്നായി. അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്നാ ശരി, ഗുഡ് നൈറ്റ്. ഭഗവാനെ, എന്റെ ആദ്യ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടെന്ന കാര്യം ഏട്ടൻ തന്നെ അറിയുന്നതിന് മുൻപ് ഞാനായിട്ട് പറയണം. ഒരു നല്ല അവസരം നോക്കി അത് പറഞ്ഞേ പറ്റൂ. ഇത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം തന്നെയാ ആന്റി. അതുകൊണ്ടല്ലേടി ഞാൻ ആ നേരം മുതല് ഇത്ര സീരിയസ് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ. എന്തിനെ പറ്റി ഏട്ടത്തെ ആലോചിച്ചോണ്ടിരിക്കുന്നേ? അത് വേണ്ട, വിട്ടേക്ക് എടുത്തി. ഞാൻ ഇനി എന്തേലും പറഞ്ഞ ഏട്ടത്തി എന്നെ തെറ്റി